സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. പലപ്പോഴും പരസ്പരമുള്ള സംഘർഷത്തിലും കൊലപാതകത്തിലുമൊക്കെയാണ് ഇത് കലാശിക്കുന്നത്. പാലക്കാട് കരിമ്പയിൽ 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലും ലഹരി ഉപയോഗമാണ് വില്ലെന്നാണ് സൂചന. അയൽവാസികളായ ബിനു, നിതിൻ എന്നിവരാണ് വെടിയേറ്റ് മരിച്ചത്. നിതിനെ വെടിവെച്ച ശേഷം ബിനു സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണെന്നും പോലീസ് പറയുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. പാലക്കാട് കരിമ്പ കല്ലടിക്കോട്ട് 2 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ. 3 ഏക്കർ മരുതുംകാട് സ്വദേശി ബിനു, അയൽവാസിയായ നിതിൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് സമീപം നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. നിതിൻ വീടിനുള്ളിലും അതുപോലെ ബിനു വീടിന് മുന്നിലെ റോഡിലുമാണ് മരിച്ചു കിടന്നത്. നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് സൂചന. ഇവർ തമ്മിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിവരം. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പാലക്കാട് കല്ലടിക്കോട് മരുതംകോടാണ് നാടിനെ നടുക്കിയ സംഭവം. പ്രദേശത്തെ സർക്കാർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈകിട്ട് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സമീപത്തു നിന്നും നാടൻ തോക്കും കണ്ടെത്തി. നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. സംഭവം നടന്നതിന് തൊട്ടടുത്താണ് നിതിന്റെ വീട്. നാട്ടുകാർ ഇവിടെ എത്തി നോക്കിയപ്പോൾ നിതിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിതിനും ബിനുവും അയൽവാസികളാണ്. നിതിന്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചുവെന്ന് നിതിൻ പറഞ്ഞിരുന്നതായി അമ്മ ശൈല പറഞ്ഞു. എന്നാൽ ഇതിന്റെ കാരണം പറഞ്ഞിരുന്നില്ല. സ്റ്റേഷനിൽ വരെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പം അപ്പോഴും ഞാൻ ചോദിച്ചു, എൻ്റെ മകന് വല്ല കുഴപ്പമുണ്ടോ? മകന് കുഴപ്പമില്ല, നിങ്ങളുടെ വാതിക്കലൊരു ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ കാളിബിനു വന്ന് പറഞ്ഞു. രാവിലെ പോയപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ ചോറെടുത്തുണ്ട്. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നതാണ്, ജോലി ശരിയായില്ല. ഇന്ന് 10 മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ മെസ്സേജ് വിട്ടു. ആ കടയുടെ നമ്പർ ഒന്ന് കൊടുക്ക് പറഞ്ഞിട്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്ന്. ബിനുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഭീഷണിയൊന്നുമില്ല. മിനിഞ്ഞാന്നും കൂടെ ഞാൻ അവനെ കണ്ടതല്ലേ. പിന്നെ അവനെന്തോന്ന് അർത്ഥം ഇവനോട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്താന്ന് എനിക്കറിയത്തില്ല. ബിനു ഇതിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവര് തമ്മിലൊന്നും എനിക്കറിയത്തില്ല. സ്നേഹമായിട്ട് ബിനുചേട്ടാന്നേ അവൻ വിളിക്കുള്ളൂ. പക്ഷെ അവര് തമ്മിലൊരു ടച്ചും ഇല്ല, ഒരു ദേഷ്യത്തോടെ ഒരു വർത്താനം ഒന്നുമില്ല. കാണുമ്പോ ബിനുചേട്ടാന്ന് വിളിക്കും. അവന്റെ കൈ തോക്കുണ്ട്. ഇവന്റെ ബിനുവിന്റെ കയ്യില് എന്താ സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെ അറിയുന്നത്? ബിനുവിന് 42 വയസ്സും നിതിന് 26 വയസ്സുമാണ്. ടാപ്പിംഗ് തൊഴിലാളിയാണ് ബിനു. ഇവർ തമ്മിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. സംഭവം നടന്നത് നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാർഷിക മേഖലയായ പ്രദേശത്താണ്. ജനവാസം കുറവായ പ്രദേശമായതിനാലാണ് സംഭവം പുറത്തറിയാൻ വൈകിയത്. കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. നിതിനെ വെടിവെച്ച ശേഷം ബിനു സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. 2 മൃതദേഹങ്ങളിലും വെടിയേറ്റതിന്റെ പാടുകളുണ്ട്. വെടിവെച്ചതിന്റെ 2 മണിക്കൂർ മുമ്പ് വരെ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. നിതിൻ ജോലിക്കായി അഭിമുഖത്തിന് പോകാനിരിക്കെയാണ് മരണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട്. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോര വീഴുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കുടുംബകലഹം രൂക്ഷമായതോടെ പരാതി നൽകിയതിന്റെ വിരോധത്തിൽ കൊല്ലത്ത് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവമാണ് ഒടുവിലത്തേത്. കരുനാഗപ്പള്ളിയിലാണ് ഭാര്യയെ വഴിയരികിൽ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രതി പ്രക്ഷോഭിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ഭാര്യ ചിഞ്ചുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. കരുനാഗപ്പള്ളി കണ്ണമ്പള്ളിയിലാണ് ഭാര്യയെ റോഡിൽ തടഞ്ഞു നിർത്തി പ്രതി പ്രക്ഷോഭ് ആക്രമിച്ചത്.
കരുനാഗപ്പള്ളി സ്വദേശി ചിഞ്ചുവിനാണ് പരിക്കേറ്റത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള വിരോധമായിരുന്നു ആക്രമണ കാരണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഭർത്താവിന്റെ ആക്രമണം തടയുന്നതിനിടെ ചിഞ്ചുവിന്റെ കൈമുട്ടിന് താഴെ ആഴത്തിൽ മുറിവേറ്റു. തുടർന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി സ്കൂട്ടറിൽ കയറാൻ പ്രതി ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ഭർത്താവിനെതിരെ ചവറ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇയാളെ വിളിപ്പിച്ചിരുന്നുവെങ്കിലും സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല. പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ആയിരുന്നു ആക്രമണമെന്ന് പോലീസ് അറിയിച്ചു. പ്രശോഭിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ചെന്താമരയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. കേസിൽ വ്യാഴാഴ്ച ശിക്ഷ പ്രഖ്യാപിക്കും. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ കോടതിയാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ചെന്താമരയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചു. ആദ്യം ഈ കേസിലെ ഫുട് പ്രിന്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. സജീദയുടെ വീട്ടിൽ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ 27 റിക്കവറി എന്ന് പറയും, അതിൻ്റെ വാളിലും ഈ സ്ത്രീയുടെ മരിച്ച സ്ത്രീയുടെ സജീദയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അവൻ്റെ ഈ ചെന്താമരയുടെ മുണ്ടിലും ഈ സജീദയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചെന്താമരയോട് കോടതി ചോദിച്ചുവെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. യാതൊരു ഭാവഭേദവുമില്ലാതെ കൂസിലില്ലാതെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയുള്ള കോടതി വിധി ചെന്താമര കേട്ടുനിന്നത്. രാവിലെ കോടതിയിൽ എത്തിച്ചപ്പോഴും വിധിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ചെന്താമര ഒന്നും പ്രതികരിച്ചില്ല. വിധി കേൾക്കാനായി സജിതയുടെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിലെത്തിയിരുന്നു. പ്രതി പുറത്തിറങ്ങിയാൽ ജീവന് ഭീഷണിയുണ്ടെന്നും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നുമാണ് നേരത്തെ അതുല്യയും അഖിലയും പ്രതികരിച്ചത്. സജിതയുടെ അമ്മ കൂടിയുണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നമുക്ക് അടുത്തൊരു ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് കിട്ടട്ടെ എന്നാണ്. സജിത കൊലക്കേസിൽ റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം നടത്തിയ ഇരട്ടക്കൊലപാതകം കേരളത്തെയാകെ ഞെട്ടിച്ചിരുന്നു. ഈ ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെയാണ് സജിത കൊലക്കേസിൽ 6 വർഷങ്ങൾക്കു ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറഞ്ഞത്. 2019 ഓഗസ്റ്റ് 31-നാണ് അയൽവാസിയായിരുന്ന സജിതയെ വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരിയെന്ന് സംശയിച്ചായിരുന്നു ക്രൂര കൊലപാതകം. സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യയടക്കം 9 സാക്ഷികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. ഈ കേസിൽ വിധി വരുന്നതോടെ ചെന്താമര തന്നെ പ്രതിയായ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികളും ആരംഭിച്ചേക്കും.
ന്യൂസ് 18 പാലക്കാട്. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകി. അതേസമയം വിവാദമുണ്ടാക്കിയതിന് പിന്നിൽ മതതീവ്രവാദ സംഘടനകളാണെന്ന് ക്രൈസ്തവ സംഘടനകളുടെ ആരോപണവുമുണ്ട്. ഹൈബി ഈഡൻ എംപിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സ്കൂൾ നിയമാവലി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സ്കൂളിനെതിരെ മന്ത്രി രംഗത്തെത്തിയത്. അതേസമയം സംഭവം ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് BJP. ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് നൽകിയത്. മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സ്കൂളിന് എതിരായ നീക്കങ്ങൾ അനുവദിക്കാനാകില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി പ്രതികരിച്ചത്. ഹൈബി ഈഡൻ എംപിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സ്കൂൾ നിയമാവലി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സ്കൂളിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത്. സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കാൻ തയ്യാറാണെന്നും വർഗീയവാദികൾക്ക് ഇടം ഉണ്ടാക്കിക്കൊടുക്കില്ലെന്നും കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. എല്ലാം ക്ലിയർ കട്ടായിട്ട് യൂണിഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാനത് ഏറ്റെടുത്തിട്ട് എന്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എന്റെ കുട്ടീനെ. ഇത് നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുത് എന്നുള്ള ഒരൊറ്റ ഇത് വർഗീയ പരാമർശം പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ സ്പേസും ഞാൻ ഇവിടെ കൊടുക്കുന്നതല്ല. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് നേരത്തെ PTA പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവർക്ക് വിളിച്ച സമ്മർദ്ദമുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് അവർ ഇപ്പം നമുക്ക് CBSE സ്കൂളിലേക്ക് 3 വർഷം കൂടുമ്പോൾ നമുക്ക് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ DEO ആണ്. അപ്പോൾ DEO ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഒരു തടഞ്ഞു വയ്ക്കും എന്നുള്ള രീതിയിലാണ് ഒരു ഷാഹിന എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ പറഞ്ഞത്. ഹിജാബ് വിവാദം മതതീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസ് എന്നായിരുന്നു കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രതികരണം. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം അടിമത്തമെന്നും വിമർശനമുണ്ട്. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടകളാണ് സ്കൂളിനെതിരായ ഭീഷണിക്ക് പിന്നിലെന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ പ്രതികരിച്ചു. അതേസമയം സംഭവം ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് BJP. സ്കൂളിന് തെറ്റുപറ്റിയെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെതിരെ BJP ദേശീയ വക്താവ് ഷഹ്സാദ് പൂനൈവാല രംഗത്തെത്തി. വോട്ട് ബാങ്ക് നോക്കിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നും പൂനൈവാല പറഞ്ഞു. So now the Kerala government and the education minister has forced the Christian school in order to break its own rules, go against what is there in the constitution, in the rules and laws, and to allow vote bank to prevail, to allow hijab to prevail above kitab, vote bank to prevail above rules and regulations. The Kerala government and education minister has directed the Christian school that they must allow the girl with the hijab inside the classroom. It was very clear as per the rules of the school that uniform code, dress code has to be followed. It was said during the admission process. The girl did not wear it for first 4 months. SDPI came and threatened the nuns. They threatened the educational institution and its teachers. But vote bank matters. And therefore, these people are now bullying the school in a way. Anyway, this is the true face of the left. They have done this even in the case of Munambam. At that time, they stood with the Waqf which was encroaching upon the Christian community land. They have done this time and again. Soft corner for radicals, soft corner for terrorists, eulogizing Hamas, but against Bharat Mata, against Samvidhan, against rules. They stand for vote bank niti, not for Samvidhan niti.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം ചേങ്കോട്ടുകോണം ശാസ്തവട്ടത്ത് +2 വിദ്യാർത്ഥികളുടെ സംഘം സഹപാഠിയുടെ വീട് കയറി ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 15ഓളം പേരടങ്ങിയ സംഘമാണ് വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. സംഘർഷത്തിനിടയിൽപ്പെട്ട സുഹൃത്തിനെ അഭയ് എന്ന വിദ്യാർത്ഥി പിടിച്ചുമാറ്റിയിരുന്നു. ഇതിനെ തുടർന്നാണ് രാത്രി ഒരു സംഘം ഈ വിദ്യാർത്ഥിയുടെ വീട് കയറി ആക്രമിച്ചത്. കയ്യിലും മൂക്കിലും പരിക്കേറ്റ അഭയ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ ബൈക്കിലെത്തിയ 15ഓളം വരുന്ന സംഘമാണ് വീട് കയറി ആക്രമിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ചെങ്കോട്ടുകോണം. ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് പ്രവർത്തകൻ മൂന്നാറിൽ പിടിയിൽ. ബോംബ് സ്ഫോടനത്തിൽ 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. അതിഥി തൊഴിലാളിയായി ജീവിച്ചു വരികയായിരുന്ന ജാർഖണ്ഡ് സ്വദേശി സഹൻ ടൂട്ടിയാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് ആക്രമണത്തിലെ 33-ാം പ്രതിയാണ് സഹൻ. സംഭവത്തിന് ശേഷം കേരളത്തിലേക്ക് കടന്ന സഹൻ മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഇയാൾ മൂന്നാറിലാണ് കഴിഞ്ഞിരുന്നത്. ഭാര്യയ്ക്കും കുട്ടിക്കും ഒപ്പമാണ് ഇയാൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത്. കൊച്ചി, റാഞ്ചി NIA യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. NIA സംഘത്തിന്റെ അന്വേഷണത്തിനിടെ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി കുണ്ടന്നൂരിൽ സ്റ്റീൽ കമ്പനിയിൽ നിന്ന് തോക്കു ചൂണ്ടി കവർന്ന് 80 ലക്ഷം രൂപയിൽ 14 ലക്ഷം രൂപയ്ക്ക് പ്രതികൾ ഏലക്ക വാങ്ങിയതായി പോലീസ്. കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ നിന്ന് 30 ലക്ഷം രൂപയും തൊണ്ടിമുതലും പോലീസ് കണ്ടെടുത്തു. ഏല കർഷകനും പ്രതിയുമായ ലെനിൻ ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയിട്ടുണ്ട്. പണം ഉപയോഗിച്ച് 12-ാം പ്രതി ലെനിൻ 14 ലക്ഷം രൂപയുടെ ഏലക്ക വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. 1-ാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായ ജോജിയെ ഏലക്കാത്തോട്ടത്തിൽ ഒളിപ്പിച്ചതും ലെനിൻ ആണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പിടിച്ചെടുത്ത ചാക്ക് കണക്കിന് ഏലക്ക മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കേസിൽ അഭിഭാഷകൻ ഉൾപ്പെടെ ഇതുവരെ 11 പേരാണ് പിടിയിലായത്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മുരിക്കാശ്ശേരി സ്വദേശികളായ ജെയ്സൽ, അഭിൻസ് എന്നിവരെയാണ് ഇന്നലെ പിടികൂടിയത്. തട്ടിയെടുത്ത 80 ലക്ഷത്തിൽ 72 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. നാഷണൽ സ്റ്റീൽ കട ഉടമയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി 80 ലക്ഷം രൂപയാണ് സംഘം കവർന്നത്. ആദ്യം പിടിയിലായ പ്രതികളുടെ മൊഴിയിൽ നിന്നാണ് എറണാകുളം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാഥിലേക്ക് അന്വേഷണം എത്തുന്നത്.
പിന്നാലെ ബുഷറ എന്ന യുവതിയും ആസിഫ് എന്നയാളും അറസ്റ്റിലായി. നിഖിൽ നരേന്ദ്രനാഥാണ് ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ നടന്ന പണം ഇരട്ടിപ്പ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് പറഞ്ഞു. ഇവർ ഉപയോഗിച്ച എയർഗണ്ണും പ്രതികൾ സഞ്ചരിച്ച കാറും നേരത്തെ പിടിച്ചെടുത്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലടക്കം മറ്റ് ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഓപ്പറേഷൻ നുങ്കോറിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് നേരിട്ട് വിളിപ്പിക്കാൻ സാധ്യത. ദുൽഖർ സമർപ്പിച്ച രേഖകളിൽ പരിശോധന തുടരുന്നതിനിടെയാണിത്. പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ ഉടൻ വിട്ടു നൽകാനാവില്ല എന്നാണ് കസ്റ്റംസിന്റെ നിലപാട്. പിടിച്ചെടുത്ത കാറുകൾ വിട്ടു നൽകണമെന്ന ദുൽഖറിന്റെ അപേക്ഷയിൽ 7 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ വാഹനങ്ങളുടെ രേഖകൾ സംബന്ധിച്ച് ഇനിയും പരിശോധനകൾ ആവശ്യമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ നിലപാട്. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ പലതും വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ടാണെന്നും ഇതിൽ വിദേശ രാജ്യങ്ങളുടെ എംബസി സീലുകൾ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കസ്റ്റംസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രാജ്യാന്തര അന്വേഷണം വേണം. ദുൽഖറിന്റെ 4 വാഹനങ്ങൾ സംശയപ്പെടുന്ന സാഹചര്യത്തിലുള്ളതാണ്. ഇതിൽ 3 വാഹനങ്ങൾ കസ്റ്റംസ് പിടികൂടി. ഒന്നിനെക്കുറിച്ച് ഒരു വിവരവും ലഭ്യവുമല്ല. ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ദുൽഖർ സൽമാനെ ആവശ്യമെങ്കിൽ നേരിട്ട് വിളിപ്പിക്കാൻ കസ്റ്റംസ് ആലോചിക്കുന്നത്. രേഖകളിലുള്ള ആശയക്കുഴപ്പം തീർത്ത ശേഷം മാത്രമായിരിക്കും വാഹനങ്ങൾ വിട്ടു നൽകുന്നതിനെക്കുറിച്ച് കസ്റ്റംസ് തീരുമാനമെടുക്കുക. ദുൽഖർ നൽകിയ അപേക്ഷയിൽ അടുത്ത ദിവസം ഹൈക്കോടതിയിൽ കസ്റ്റംസ് മറുപടി നൽകുമ്പോൾ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. കൊച്ചി. കേരള, കർണാടക സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മരുന്ന് സംഘത്തിലെ പ്രധാന കണ്ണിയായ വള്ളി അലക്സ് എന്ന അലക്സ് ചാണ്ടി പീഡനക്കേസിൽ ബംഗളൂരുവിൽ പിടിയിൽ. മഹാദേവപുരം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാം മുഖേന പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. സൗഹൃദം നടിച്ച് വീട്ടിലെത്തിയ അലക്സ് ചാണ്ടി യുവതിയെ ബന്ദിയാക്കി ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് കേസ്. യുവതിയുടെ വീട് ആക്രമിക്കുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തെന്നും ഉന്നതരുടെയും ഗുണ്ടകളുടെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. കർണാടക മഹാദേവപുര പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ലഹരിക്കേസിലെ പ്രതിയുടെ പക്കൽ നിന്നും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പണം തട്ടിയ കേസിലും കളമശ്ശേരിയിലെ മയക്കുമരുന്ന് കേസിലും ഇയാൾ പ്രതിയാണ്. തനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ നിരന്തരം വ്യാജപരാതികൾ അയക്കുക, ഗുണ്ടാ സംഘങ്ങളുടെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്നിവയും പതിവാണെന്ന് പരാതിയുണ്ട്. അലക്സ് മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് ജയിൽ മോചിതനാക്കാൻ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് മുമ്പും ഇയാൾ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും കഴിഞ്ഞ 1.5 വർഷമായി മാനസിക രോഗത്തിന് യാതൊരുവിധ ചികിത്സയും തേടിയിട്ടില്ലെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബംഗളൂരു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. വെള്ളനാട് മുടിയൂർക്കോണം സ്വദേശി ബിജോയ് ബി ആണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് കേസ്. വെള്ളനാട് മുടിയൂർക്കോണം വടക്കങ്കര വീട്ടിൽ ബിജോയ് ബിയെ ആണ് പോക്സോ ആക്ട് പ്രകാരം കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി പഠിക്കുന്ന കാലം മുതൽ പ്രതി വിവാഹ വാഗ്ദാനം നൽകുകയും
വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിലും പീഡനം തുടർന്നു. പെൺകുട്ടി പ്രായപൂർത്തിയായതോടെ പ്രതി വിവാഹ വാഗ്ദാനം പാലിക്കാൻ വിസമ്മതിച്ചു. ഇതേ തുടർന്നാണ് പെൺകുട്ടി കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ബിജോയ് ഒളിവിൽ ആയിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. സ്കൂളിൽ ദഫ്മുട്ട് പഠിപ്പിക്കാനെത്തിയ യുവാവ് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടന്ന സംഭവത്തിലെ പ്രതിയെ എറണാകുളത്ത് നിന്ന് പോലീസ് പിടികൂടി. കോട്ടൂർ തെക്കേവിള കൃഷ്ണഗിരിയിൽ ആദിലാണ് പിടിയിലായത്. ഇയാൾ എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. കോട്ടൂർ തെക്കേവിള കൃഷ്ണഗിരിയിൽ 27-കാരനായ ആദിലാണ് പിടിയിലായത്. എറണാകുളം ജില്ലയിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് കാട്ടാക്കട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദഫ്മുട്ട് പഠിപ്പിക്കാൻ സ്കൂളിലെത്തിയ പ്രതി 3 വിദ്യാർത്ഥികളെ കാറിൽ കയറ്റുകയും 2 പേരെ ട്യൂഷൻ സെന്ററിൽ ഇറക്കി വിടുകയും ചെയ്തു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ സംസാരിക്കാനുണ്ട് എന്ന പേരിൽ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. വിദ്യാർത്ഥി ഉടൻ മാതാവിനെ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ആദിൽ ഒളിവിൽ പോയി. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. കാട്ടാക്കട SI മനോജ് ശശിധരൻ, CPO പ്രദീപ്, അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ എറണാകുളം നോർത്ത് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. വിവാഹിതനായ പ്രതി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായതെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പുഴിയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ടിന് നേരെ ബിയർ കുപ്പി എറിഞ്ഞ് ആക്രമണത്തിൽ 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പ്രതി പുഴിയൂർ ആറ്റുപുറം സ്വദേശി സനുജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോട്ട് ഡ്രൈവറുമായുള്ള തർക്കത്തിനിടയിലാണ് കുട്ടിയുടെ ദേഹത്ത് കുപ്പി പതിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. പൊഴിയൂരിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി അൽക്കർദാസിന്റെ മകൾ അനുപമാദാസ് എന്ന 3 വയസ്സുകാരിക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൊഴിയൂർ ആറ്റുപുറം സ്വദേശി സനുജ് എന്ന 34-കാരനെ നാട്ടുകാരും ബോട്ട് സർവീസ് ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. വിനോദസഞ്ചാരികൾ പോകുന്നതിനിടയിൽ മദ്യലഹരിയിലായിരുന്ന സനൂജ് ബോട്ടിൽ സഞ്ചരിച്ച ഒരാളുടെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഇത് എതിർത്തപ്പോഴാണ് കയ്യിലിരുന്ന ബിയർ കുപ്പി എറിഞ്ഞത്. ഇത് കുഞ്ഞിന്റെ തലയിൽ പതിക്കുകയായിരുന്നുവെന്ന് ബോട്ട് ജീവനക്കാർ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ നാട്ടുകാർ ചേർന്ന് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ബോട്ട് ഡ്രൈവറുമായുള്ള തർക്കത്തിനിടയിലാണ് കുട്ടിയുടെ ദേഹത്തേക്ക് കുപ്പി പതിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വടക്കൻ ജില്ലകളിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. കോഴിക്കോടും കണ്ണൂരും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. 2 വ്യത്യസ്ത ട്രെയിനുകളിലുണ്ടായ കല്ലേറിൽ 2 യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. 2 സംഭവങ്ങളിലും റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട്
പാലക്കാടുണ്ടായ കല്ലേറിൽ കാസർഗോഡ് സ്വദേശി ഷിബിനാണ് പരിക്കേറ്റത്. ഫറോക്കിനും കല്ലായിക്കുമിടയിലാണ് സംഭവം. ചെന്നൈ മംഗളൂരു വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്യവെയാണ് ഷിബിന് പരിക്ക് പറ്റിയത്. സീറ്റിൽ ഇരുന്നുറങ്ങുകയായിരുന്ന ഷിബിന്റെ ശരീരത്തിലേക്ക് പുറത്തുനിന്നും ഇഷ്ടിക എറിയുകയായിരുന്നു. ഷിബിന് കമ്പാർട്ട്മെന്റിനുള്ളിൽ നിന്ന് ഇഷ്ടിക കഷണം ലഭിച്ചു. തുടർന്ന് കോഴിക്കോട് റെയിൽവേ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിലും സമാന സംഭവമുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ യശ്വന്ത്പൂർ എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. പാറാൽ സ്വദേശി KR അരുൺ മുത്തുവിനാണ് പരിക്കേറ്റത്. കണ്ണൂർ താഴെ ചൊവ്വയിൽ വെച്ചായിരുന്നു സംഭവം. യാത്രക്കാരന്റെ പരാതിയിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കൻ കേരളത്തിൽ നിരവധി തവണയാണ് ഓടുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായിട്ടുള്ളത്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചില്ലുകളടക്കം പൊട്ടിയിട്ടുമുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ പോലീസ് കൊണ്ടുവന്നതല്ലാതെ മറ്റൊന്നും സ്ഥലത്തു നിന്നും കണ്ടെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. UDF പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MP-ക്കും പരിക്കേറ്റു. UDF പ്രവർത്തകനായ യുവാവ് പോലീസിനെതിരെ കടുത്ത അധിക്ഷേപ വർഷം നടത്തുന്ന ദൃശ്യം പുറത്തുവന്നിരുന്നു. പ്രകോപനത്തിന് പിന്നാലെ UDF പ്രവർത്തകർ നിന്നയിടത്തു നിന്നും പോലീസുകാർ നിന്ന സ്ഥലത്തേക്ക് സ്ഫോടക വസ്തു എറിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പേരാമ്പ്ര ഇൻസ്പെക്ടർ P. ജംഷീദിന്റെ പരാതിയിൽ കേസെടുക്കുകയായിരുന്നു. ജീവന് അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞുവെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്നും FIR-ൽ പറയുന്നു. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് സംഭവസ്ഥലത്ത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയത്. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നത് CPIM-ന്റെ തിരക്കഥയെന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിന്റെ പ്രതികരണം. ദൃശ്യങ്ങൾ വ്യാജമാണ്. UDF പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ കാര്യങ്ങളൊക്കെ CPM-നും പോലീസിനും സർക്കാരിനും എതിരായി മാറുന്നുവെന്ന് കണ്ടപ്പോൾ UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുകൊണ്ട ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. സംഭവം നടന്ന് 3-ാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയം നടത്തുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ UDF പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റിരുന്നു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് ഷാഫിക്കെതിരെ ഉദ്യോഗസ്ഥർ ലാത്തി പ്രയോഗിച്ചത് എന്ന് റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന MP കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു.
എംപിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ അടുത്തയാഴ്ച റൂറൽ SP വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 കിലോയോളം കഞ്ചാവുമായി റൌഡി ലിസ്റ്റിൽപ്പെട്ട ആൾ ഉൾപ്പെടെ 2 പേർ തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. പനവൂർ സ്വദേശി ഷജീർ, ആനാട് സ്വദേശി ബൈജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം എടക്കരയിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന കഞ്ചാവ് വിൽപ്പന നടത്തുന്ന യുവാവിനെയും അറസ്റ്റ് ചെയ്തു. മൂത്തേടം സ്വദേശി അമീറാണ് പിടിയിലായത്. തിരുവനന്തപുരം പുറവൂർക്കോണം ഭാഗത്ത് വെച്ച 1875 കിലോ കഞ്ചാവുമായാണ് പനവൂർ കരിക്കുഴി സ്വദേശി ഷജീർ, ആനാട് സ്വദേശി ബൈജു എന്നിവർ അറസ്റ്റിലായത്. ഒന്നാം പ്രതി ഷജീർ മോഷണം, പിടിച്ചുപറി, അടിപിടി തുടങ്ങി 20ഓളം കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ലിസ്റ്റിലും ഇയാളുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്താറുള്ളതായി പോലീസ് പറയുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ KS കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. മലപ്പുറം എടക്കരയിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന കഞ്ചാവ് വിൽപ്പന നടത്തുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. മൂത്തേടം സ്വദേശി അമീറാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 200 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കലാസാഗറിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. 500 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. എടക്കര SI P വിജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ സീനിയർ CPO M ബിജിത, CPO സർജാസ് MC, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആസിഫ് അലി, T നിബിൻ ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം, മലപ്പുറം. പോക്സോ കേസിൽ അപ്പീൽ ജാമ്യത്തിലിരിക്കെ ഒളിവിൽ പോയ പ്രതിയെ ഇടുക്കി ഉടുമ്പൻചോല പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ സ്വദേശി പാറയിൽ രമേശാണ് പിടിയിലായത്. ഇയാളെ കട്ടപ്പന പോക്സോ കോടതി 20 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. 2.5 വർഷം ശിക്ഷ അനുഭവിച്ച പ്രതി കഴിഞ്ഞ വർഷം അപ്പീൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയായിരുന്നു. ബംഗളൂരുവിലായിരുന്ന പ്രതി തിരുപ്പൂരിൽ എത്തിയതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.